നന്ദു, എന്താ മോനെ, വിഷുവായിട്ട് വീട്ടില് കണിയൊക്കെ വെക്കണ്ടേ? നാളേക്കുള്ള പൂത്തിരിയും പടക്കവും ഒക്കെ വാങ്ങിയോ? ലക്ഷ്മിയെ, പണിയൊന്നും കഴിയാൻ നിക്കണ്ട കേട്ടോ. നേരത്തെ പൊക്കോളൂ. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് കണി ഒരുക്കുകയും സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യണ്ടേ? സമാധാനം ഉണ്ടെങ്കിലല്ലേ ഗൗരിയമ്മേ വിഷു ഓണമൊക്കെ. ഇതുവരെ കള്ളുകൂടിയും ബഹളമാണെങ്കിലും ഇവന്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു എന്നെങ്കിലും പറയാം. ഇന്നലെ കള്ളു കുടിച്ച് അങ്ങാടിയിൽ വഴക്കുണ്ടാക്കി അയാളെ പോലീസ് കൊണ്ടുപോയി. എന്റെ കുട്ടീന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നാ കൊണ്ടുപോയെ. അവൻ ആകെ പേടിച്ചിരിക്കുക. ഒന്ന് പോയി അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ആരാ ഉള്ളേ? എന്റെ കൃഷ്ണ, ഇതെന്തൊക്കെയാണെന്ന് അറിയോ നന്ദൂട്ടിന്? ഒക്കെ നാളെ കണി വെക്കാനുള്ള സാധനങ്ങളാ. ഞങ്ങള് വീട്ടിൽ ഇതൊന്നും ഇല്ല. എന്റെ അമ്മ കണി വെക്കുമ്പോൾ ഉണ്ണിക്കണ്ണന്റെ ഒരു പടം വെക്കും. കുറച്ചു പൂവും പൽക്കും വെക്കും. കാശുണ്ടെങ്കിൽ അമ്മ കുറച്ച് പൂത്തിരി വാങ്ങിത്തരും. അച്ഛനെപ്പോഴും അടിയുണ്ടാക്കും. ഇതൊക്കെ എന്താ ഗൗരിയമ്മേ? പറഞ്ഞു തരാം. ഇവിടുത്തെ കുട്ടികളെയും കൂടി വിളിക്കട്ടെ, അവരും കൂടട്ടെ കണി ഒരുക്കാൻ. മക്കളെ, എല്ലാരും എവിടെ പോയി? ഒന്നിവിടെ വരെ വരൂ. എന്താ വിളിച്ചേ? ഞങ്ങൾ ഗെയിം കളിക്കായിരുന്നു. എന്തൊരു കുട്ടികളാ ഇത്! എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെ. കഴിക്കുകയും കുളിക്കുകയും ഉറങ്ങുകയും ഒന്നും വേണ്ട ഈ അസത്തുക്കൾക്ക്. നാളെ വിഷു ആണെന്ന് അറിയോ? കണി വെക്കണതൊക്കെ ഒന്ന് കണ്ടൂടെ? കണി? ആ, അതിനിപ്പോ എന്താ? ഇവനെ പിടിച്ച് ഇവിടെ നീല പെയിന്റ് അടിച്ച് തിരിച്ചങ്ങോട്ട് നിർത്താം. കണില്ലേലും മണി വേണം, പോക്കറ്റ് മണി. കിട്ടിയിട്ട് കുറെ പാൻസ് ഉള്ളതാ. നമുക്ക് ഇത്തവണ കൈനീട്ടവും കണിയും സദ്യയും പടക്കവും ഒക്കെയായി വിഷു തകർത്ത് ആഘോഷിക്കാം. വരും വർഷം മുഴുവൻ ശുഭകരമാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിഷുക്കണി കാണേണ്ടത്. ഇതിൽ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഈ പൂവും പൈസയും പച്ചക്കറി വെക്കുന്ന എന്തിനാ? കൊന്നപ്പൂവ് അതിന്റെ പൊൻനിറം പോലെ തന്നെ ജീവിതത്തിൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. ദാ നോക്കൂ, നാണയങ്ങളും പഴങ്ങളും ഒക്കെ കണ്ടോ? ഈ നാണയങ്ങളും പഴങ്ങളും പുതുവസ്ത്രവും ആഭരണവും മറ്റും സമൃദ്ധിയെയും വിളക്ക് അറിവിന്റെ പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. ഇതെന്താണ്? വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി ദേവിയുടെ പ്രതീകമാണ്, ഐശ്വര്യത്തിന്റെയും. പിന്നെ സാക്ഷാൽ കണ്ണൻ. ചുരുക്കി പറഞ്ഞാൽ വിഷുക്കണി ഈ വർഷം സമൃദ്ധിയും സന്തോഷവും എല്ലാം നിറഞ്ഞതാവട്ടെ എന്ന പ്രാർത്ഥനയാണ്. മതി മതി, നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളൂ എല്ലാരും. നേരത്തെ എണീക്കാനുള്ളതാ. ലക്ഷ്മിയെ, നന്ദൂരി ഒന്ന് വിരിച്ചു കൊടുത്തോളൂ. അമ്മയുടെ കുട്ടി നല്ലോണം പ്രാർത്ഥിച്ച് കിടന്നോളൂ. ഗുരുവായൂരപ്പൻ കാക്കും നമ്മളെ. എല്ലാരും പറയുന്നു കണ്ണൻ രക്ഷിക്കുന്നു. എന്നിട്ട് എന്താ കണ്ണ എൻ്റെ അമ്മയുടെ സങ്കടം മാറ്റാറ്റെ? എന്നും പ്രാർത്ഥിക്കുന്നില്ല ഞാൻ, എന്നും പ്രാർത്ഥിക്കുന്നില്ല ഞാൻ, എന്നും പ്രാർത്ഥിക്കുന്നില്ല ഞാൻ.
പാട്ട് വീരി ശരിക്കും കൃഷ്ണനാണോ? എല്ലാവരും സന്തോഷിക്കണ ഈ സമയത്ത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാള് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇതാ വാങ്ങിക്കോളൂ, സങ്കടങ്ങളൊക്കെ മാറും കേട്ടോ. ലക്ഷ്മി, നന്ദുനെ വിളിച്ചോളൂ. ആ നന്ദൂട്ടാ, എണീക്കൂ, കണി കാണണ്ടേ? നന്ദൂട്ടാ. കനിയോ? അതിനെ കണ്ടല്ലോ കണ്ണിന്. കൈനീറ്റവും കിട്ടി. എവിടെ വന്നിണ്ടായിരുന്നു? സങ്കടമൊക്കെ മാറും പറഞ്ഞു. നീ എന്തൊക്കെയാ കുട്ടിയെ ഈ പറയണേ? സ്വപ്നം കണ്ടോ നീ? ആ, ഇതാരാ? കേസും കൂട്ടമൊക്കെ കഴിഞ്ഞോ? പോലീസ് വിട്ടയച്ചോ നിന്നെ? ആ, ലക്ഷ്മിയും മോനും. എന്തിനിപ്പ അന്വേഷിക്കണേ? നല്ലൊരു ദിവസമായിട്ട് ആ ചെക്കന്റെ മനസ്സമാധാനം കിടത്തണോ? എനിക്ക് മോനെ ഒന്ന് കാണണം, ലക്ഷ്മി. ശരി, വരൂ. മോനെ, അച്ഛനോട് ദേഷ്യമാണോ മോനെ? ലക്ഷ്മി, ഒന്ന് പറയൂ മോനോട് എൻ്റെ അടുത്തോട്ട് വരാൻ. എൻ്റെ നന്ദുവിനെയും അമ്മയും വിഷമിപ്പിക്കുന്ന ഒന്നും അച്ഛന് നീ ചെയ്യില്ല കേട്ടോ. ഇന്നലെ അച്ഛൻ്റെ സ്വപ്നത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ വന്നു. സ്വന്തം കുഞ്ഞിൻ്റെ കണ്ണീര് വീഴ്ത്തിയിട്ട് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ ഇനി വേണമെന്ന് ഭഗവാന്റെ പിടിച്ച് കൈ തേങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുമോ എൻ്റെ മോൻ. ഇനി എൻ്റെ ലക്ഷ്മിൻ്റെയും നന്ദുൻ്റെയും ഒപ്പം സമാധാനമായിട്ടുള്ളൊരു ജീവിതം, അത് തീരുമാനിക്കാവുന്നത്. ഉണ്ണിക്കണ്ണ, നന്ദുനെ കിട്ടിയ ഏറ്റവും വലിയ കൈനീട്ടം ഇതാണോ? എന്ത് മായ നീ കാട്ടിയത്! എന്ത് മായ നീ കാട്ടിയത്! കമലദള നയനങ്ങളിൽ കരുണാമൃതമൊഴുകും പവനപുരേശനെ കണി കാണണം. ജന്മമവിടുത്തെ തിരുമേയിൽ അമൃതാവണം. കമലദള നയനങ്ങളിൽ കരുണാമൃതമൊഴുകും പവനപുരേശനെ കണി കാണണം. ജന്മമവിടുത്തെ തിരുമേയിൽ അമൃതാവണം.